ഒരു ബാങ്കറുടെ ഡയറി കുറിപ്പ്. ശിവശങ്കരൻ കരവിൽ. ഇദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങൾ കടന്നുപോയ ബാങ്ക് ജീവിതമാണ്. അതിൽ ബാങ്കിൽ അയാൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. നിസ്സഹായാവസ്ഥയുടെ മുഖം നേരിൽ കണ്ട വ്യക്തിയാണ് നമ്മുടെ ശിവശങ്കരൻ സുധാലയം അഥവാ ശിവശങ്കരൻ കരവിൽ. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം സ്നേഹപൂർവം ശിവദാസൻ മുക്കത്തിന് എന്ന് പറഞ്ഞ് തന്നിട്ടില്ല. അപ്പോൾ ശിവദാസൻ മാഷിനും ഒരു ബാങ്കറുടെ ഡയറി കുറിപ്പ്. ശിവശങ്കരേട്ടനെ കാണാത്തവരാരുമില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരഭിപ്രായം ഞാൻ എപ്പോഴും ശിവേട്ടനോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ശിവേട്ടൻ്റെ ജീവിത വഴികളാണ്. ജീവിതത്തിൽ ഇത്രയേറെ വിഷമങ്ങൾ തനിക്കുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ഏതാണ്ട് വളരെ കുറച്ച് കുറിപ്പുകൾ ചേർത്തിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. തൻ്റെ ബാങ്കിലുണ്ടായ ഇടപാടുകാരുടെ വിഷമങ്ങളും അവർ ലോണിന് സമീപിക്കുന്നതും ലോൺ അടച്ചു തീരാത്തപ്പോഴുണ്ടാകുന്ന നടപടിക്രമങ്ങളിൽ അവരുടെ പ്രതിഷേധമൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പം എനിക്കിത് മുഴുവനായിട്ട് വായിക്കാൻ കഴിയില്ല. ഇതിൽ സുഹറയുടെ പടച്ചോൻ ആയി മാറിയ ഒരു നിമിഷമുണ്ട്. ഞാൻ അതിനെ ആദ്യം വായിക്കാം. അന്നത്തെ ആ ദിവസം ഞാൻ ഏറെ പ്രാധാന്യത്തോടെ ഓർത്തെടുക്കുന്നു. അതിർത്തി ശാഖയിൽ ജോലിക്കെത്തിയ ദിവസം തന്നെയാണ് സുഹറ കണ്ണീരുമായി വന്നത്. മോളുടെ നിക്കാഹാണ് അടുത്ത ആഴ്ച സാർ. 2 ലക്ഷം കിട്ടിയില്ലെങ്കിൽ ഞാൻ കഷ്ടത്തിലാവും എന്നും പറഞ്ഞ് ഒറ്റയിരിപ്പ. ചാർജ് കൈമാറിയിട്ടില്ല. കയ്യിൽ ആധാരമെന്ന ഒരേ ഒരു കടലാസ്. ഒപ്പം വേണ്ട യാതൊരു രേഖകളും ഇല്ല. കരച്ചിൽ മാത്രം. ഞാൻ ധർമ്മസങ്കടത്തിലായി. ഒടുവിൽ ഒരു വെള്ള പേപ്പറിൽ ഒരാഴ്ച കൊണ്ട് സകല കടലാസും തരാം എന്നും ഇല്ലെങ്കിൽ കടം മുഴുവൻ അടച്ചു വീട്ടുമെന്നും എഴുതി വാങ്ങി. 2 ലക്ഷം കൈപ്പറ്റി പോകുമ്പോൾ ആയമ്മ തൊഴുതു പറഞ്ഞു, നിങ്ങൾ പടച്ചോനാ സാറേ, നിങ്ങൾ എൻ്റെ പടച്ചോനാ സാറേ. കണ്ണു നിറഞ്ഞു പോയ അവർ കൃത്യം ഒരാഴ്ച കൊണ്ട് സർവ്വരേഖകളും സമർപ്പിച്ചു. ഇന്ന് തക്കാരാണ് സാറ് വരണം. അന്ന് ഞാൻ ഏറ്റുവാങ്ങിയ ആ ഉമ്മയുടെ അനുഗ്രഹമാണ് ഒരു പക്ഷേ തൊഴിൽ രംഗത്ത് കിട്ടിയ മികച്ച അംഗീകാരം. ഈ നിസ്സഹായാവസ്ഥ ഒരു ബാങ്കറെ വളരെയേറെ വിഷമിച്ചിട്ടുണ്ടാവും. ശിവേട്ടൻ എന്ന വ്യക്തിയിൽ നിറഞ്ഞു നിന്ന അനുഭവമാണിത്. ഇത് മറ്റൊരു ബാങ്കറുടെ അനുഭവമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും ബീഹാറിലേക്ക് കാനറ ബാങ്കിൽ സ്ഥലം മാറ്റം വാങ്ങിപ്പോയി. അവിടെ എത്തിക്കഴിഞ്ഞപ്പം അവിടെയൊക്കെ കർഷകർ വിളവെടുത്തതിന് ശേഷമാണ് പൈസ കൊടുക്കുക. ഇവർക്കാർക്കും സ്വന്തം ഭൂമിയൊന്നുമില്ല. കൃഷി ഇറക്കണേ പണം കിട്ടണം. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ഇതേപോലെ തന്നെ ശിവേട്ടനെ പോലെ തന്നെ ചാർജ് എടുത്തു. കസേരയിലിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം കർഷകർ വന്ന് പറഞ്ഞു, ചെറിയ സംഖ്യകളൊന്നും അല്ല കേട്ടോ, നമ്മളിവിടുത്തെ പാടശേഖരങ്ങൾ പോലെയല്ല, 10
20 ഏക്കറൊക്കെയാണ് ഓരോരുത്തരും കൃഷി ഇറക്കുക. അപ്പം ഓരോരുത്തർക്കും 10 ലക്ഷം 20 ലക്ഷം ഉറുപ്പ്യൊക്കെ വേണം. അങ്ങനെയാകുമ്പോൾ ഒരുപാട് പണം അറ്റ് എ ടൈം ഓരോ കർഷകർക്കും കൊടുക്കണം. ഈ മാനേജരും നിസ്സഹായനായി. അയാൾ പറഞ്ഞു, നിങ്ങൾ നാളെ വരി, മറ്റന്നാൾ വരി, സ്വാഭാവികമായത്. അപ്പോൾ ഒരു കർഷകർ പറഞ്ഞു, ഞങ്ങൾക്ക് വിത്ത് വാങ്ങാനും വിളവിറക്കാനും ഒക്കെയുള്ള പണമാണിത്, നിങ്ങൾ തന്നേ പറ്റൂ എന്ന് പറഞ്ഞു, നിർബന്ധം പറഞ്ഞു. എന്നാൽ എന്തെങ്കിലും കടലാസ് ഇവരെ പേരിലുണ്ടോ? ഇവിടെ ശിവേട്ടനൊരു ആധാരത്തിൻ്റെ കടലാസെങ്കിലും കൊടുക്കാനാണ് ഉണ്ടായിരുന്നു. അവിടെ ആ കർഷകർക്കാർക്കും ആ കടലാസും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം ലോൺ പേപ്പർ, അപ്പം അയാളുടെ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചു, കേന്ദ്രത്തിലേക്ക് വിളിച്ചു, ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് മുംബൈയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ആളുകൾ വന്നിട്ടുണ്ട്, നിങ്ങൾ കൊടുക്കാൻ പാടില്ല, യാതൊരു കാരണവശാലും ലോൺ കൊടുക്കാൻ പാടില്ല.